ഉമ്മൻചാണ്ടി പി ജെ ജോസഫ് നിർണായക കൂടിക്കാഴ്ച ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന ജോസഫ് പാർട്ടി പിളർത്താമെന്ന് ഉമ്മൻചാണ്ടി കരുതേണ്ടെന്ന മാണിയുടെ ഭീഷണി വകവയ്ക്കാതെയാണ് ഉമ്മൻചാണ്ടി പി ജെ ജോസഫ് കൂടിക്കാഴ്ച. വിശദാംശങ്ങൾ ദിനകർ നൽകും. ദിനകർ, കേരള കോൺഗ്രസിലെ തർക്കം അല്ലെങ്കിൽ ഭിന്നത പരിഹരിക്കാൻ വേണ്ടി വളരെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് തലസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. വിശദാംശങ്ങൾ. ക്രിസ്റ്റിന, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ച ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുമായി ഇപ്പോൾ പി ജെ ജോസഫ് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ജഗതിയിലെ വസതിയാണ് പി ജെ ജോസഫ് കൂടിക്കാഴ്ച നടത്തുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ കോട്ടയം പാർലമെന്റ് സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി ഉടലെടുത്തിരുന്നു. കേരള കോൺഗ്രസ് ഗ്രൂപ്പിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് മാണിയിൽ നിന്നും പല ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതൃത്വം എടുത്തുകൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത ആരായുന്നത്. ഒരു പക്ഷേ ജോസഫ് കോട്ടയം സീറ്റ് വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. കോട്ടയം സീറ്റിൽ താൻ തന്നെ മത്സരിക്കും എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഈ നിലപാട് അംഗീകരിക്കാൻ മാണി വിഭാഗം തയ്യാറായില്ല. ഈ പശ്ചാത്തലത്തിലാണ് മുന്നണി വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പി ജെ ജോസഫും കൂട്ടരും ആലോചിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നണി വലിയ ദോഷം ചെയ്യും എന്ന നിലയിലേക്ക് നേതൃത്വം UDF നേതൃത്വം വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ജെ ജോസഫിനോട് ചർച്ച നടത്താൻ വേണ്ടി നേതൃത്വം തീരുമാനം കൈക്കൊണ്ടത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. ഒരു പക്ഷേ പി ജെ ജോസഫ് മുന്നണി വിടാതെ അല്ലെങ്കിൽ UDFിനുള്ളിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം മാണി ഗ്രൂപ്പിൽ വെച്ചുകൊണ്ട് ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. ഒരു പക്ഷേ പി ജെ ജോസഫ് പഴയ ജോസഫ് ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് UDFിൽ തന്നെ നിൽക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അത്തരം ഒരു വികാരമാണ് മുന്നണിക്കുള്ളിൽ ഉള്ളതും മുന്നണിയിലെ അത്തരം ഒരു വികാരമാണ് ജോസഫ് ഗ്രൂപ്പിനുള്ളിൽ ഉള്ളത്. ജോസഫ് ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കൾക്കൊക്കെയും ആ ഒരു വികാരമാണ് ഉള്ളത്. ഇനിയും അപമാനം സഹിച്ച് തുടരേണ്ടതില്ല. കാരണം പാർട്ടി വൈസ് ചെയർമാൻ കൂടിയായ ജോസഫിന് വേണ്ടി സീറ്റ് ചോദിച്ചപ്പോൾ അത് നൽകാൻ കഴിയുകയില്ല എങ്കിൽ തുടർന്ന് മാണിക്കുള്ളിൽ നിൽക്കേണ്ടതില്ല എന്ന വികാരമാണ് പൊതുവെ പാർട്ടിക്കുള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള ഒരു സാധ്യത പി ജെ ജോസഫ് മാണിയിൽ നിന്നും വിട്ടുകൊണ്ട് മുന്നണിക്കുള്ളിൽ തുടരുക എന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക. അതേസമയം പി ജെ ജോസഫിന് ഏതെങ്കിലും സീറ്റുകൾ നൽകുന്നത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ സജീവമല്ല. ഇടുക്കി സീറ്റ് പി ജെ ജോസഫിന് നൽകണം എന്നുള്ള ഒരു വികാരം കോൺഗ്രസിനുള്ളിൽ ചിലർക്കെങ്കിലും ഉണ്ട്. പി ജെ ജോസഫിനെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിലപാടാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊക്കെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോർമുലകൾ ഉരുത്തിരിഞ്ഞു വരുമോ എന്ന സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല. എങ്കിലും പി ജെ ജോസഫിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി നടത്തുകയും ചെയ്യുന്നത്. അത് UDFിന്റെ നേതാക്കളുടെ കൂടി അനുമതിയോടുകൂടി ആയിരിക്കും ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. എന്തായാലും വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് താൻ എന്നാണ് പി ജെ ജോസഫ് വ്യക്തമാക്കിയത്. ക്രിസ്റ്റിന, ദിനകർ, നേരത്തെ കേരള കോൺഗ്രസിനുള്ളിലെ പ്രശ്നം അത് അവരുടേത് മാത്രം പ്രശ്നമാണ്, കോൺഗ്രസ് നേതാക്കൾ ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന തരത്തിലായിരുന്നു പ്രതികരണം. എന്നാൽ ഇപ്പോൾ പി ജെ ജോസഫ് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസിനുള്ളിലെ തർക്കം പരിഹരിച്ചില്ലെങ്കിൽ അത് പലതരത്തിലുള്ള പ്രതിഫലനങ്ങൾ UDFിനകത്ത് ഉണ്ടാക്കും. കൂടുതൽ ഭിന്നതയിലേക്ക് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തോൽവിയിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ള ഒരു കാര്യം UDF അംഗീകരിച്ചതുകൊണ്ടാണോ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? അതോടൊപ്പം തന്നെ പി ജെ ജോസഫിനൊപ്പം ആരെല്ലാം കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, അതിന്റെ കൂടി വിശദാംശങ്ങൾ. ക്രിസ്റ്റിന, കേരള കോൺഗ്രസിനുള്ളിൽ അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള രൂക്ഷമായ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. പി ജെ ജോസഫും KM മാണിയും പരസ്പരം അംഗീകരിക്കാത്ത സാഹചര്യം, അണികൾ പരസ്പരം അംഗീകരിക്കാത്ത സാഹചര്യം, ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പശ്ചാത്തലം. ഇത് കോട്ടയത്തെ വിജയസാധ്യതയെ മാത്രമല്ല UDFിനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുക എന്നത് വളരെ വ്യക്തമാണ്. ഇത് സംസ്ഥാനത്തെമ്പാടും കേരള കോൺഗ്രസുകൾ വേരോട്ടമുള്ള പ്രദേശങ്ങളിലെല്ലാം മുന്നണിയുടെ വിജയത്തെ മുന്നണിക്ക് ദോഷകരമായി ഭവിക്കും എന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് പ്രതിസന്ധി പ്രശ്ന പരിഹാരത്തിനായി ശ്രമിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുകയില്ല. എന്തായാലും പി ജെ ജോസഫ് മുന്നണി വിടുന്നതിനെ സംബന്ധിച്ച് മുന്നണി വിടാൻ പി ജെ ജോസഫ് തയ്യാറല്ല. UDFിൽ ഉറച്ചു നിൽക്കുന്നതിനാണ് പി ജെ ജോസഫ് ശ്രമിക്കുന്നത്.
അതേസമയം മാണിയുമായി ഒരു ഒത്തുതീർപ്പിന് ഉള്ള സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അത് അടഞ്ഞ അധ്യായം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പി ജെ ജോസഫ് മാണി ഗ്രൂപ്പിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് പഴയ പി ജെ ജോസഫ് ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കുക എന്ന ഒരു നിലപാടിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്നാണ് വ്യക്തമാവുന്നത്. കേരള കോൺഗ്രസിലെ തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പി ജെ ജോസഫ് തിരുവനന്തപുരത്തെ ഉമ്മൻചാണ്ടിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. പി ജെ ജോസഫിനൊപ്പം മോൻസ് ജോസഫും കൂടെയുണ്ട്. ശുഭാപ്തി വിശ്വാസമുണ്ട്, തർക്കങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വാസമെന്നാണ് പി ജെ ജോസഫ് പ്രതികരിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് ദിനകറാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇന്ന് ചർച്ച നടത്തും. രാവിലെ 11 മണിക്കാണ് യോഗം. സാമുദായിക ധ്രുവീകരണത്തിനിടയാകും വിധം മതത്തെയോ ദൈവത്തെയോ പ്രചരണത്തിനായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് സിഇഒ വ്യക്തമാക്കിയിരുന്നു. ശബരിമല വിഷയത്തിനും ഇത് ബാധകമാകുമെന്നതിനെ UDFും BJPയും രംഗത്തെത്തിയിരുന്നു. ഈ വിഷയങ്ങൾ അടക്കം യോഗം ചർച്ച ചെയ്യും. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കളക്ടറുമായ ഡോക്ടർ കെ വാസുകിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സർവീസ് സംഘടനകളുടെയും യോഗവും ഇന്ന് ചേരും. സമൂഹ മാധ്യമങ്ങളിലെ അപകീർത്തികരമായ പോസ്റ്റുകൾക്കെതിരെ വീണ ജോർജ് MLA സൈബർ സെല്ലിൽ പരാതി നൽകി. റാന്നി അയിരൂർ സ്വദേശിനിയെ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ വീണ ജോർജ് MLAക്കെതിരെയും ഡിവൈഎഫ്ഐക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അറസ്റ്റിലായ പ്രതി അജിൻ റജി മാത്യുവുമായി ബന്ധപ്പെട്ടാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിനെതിരെ വ്യാജ പ്രചരണം നടന്നത്. പി ജെ ജോസഫ് ഇനി കേരള കോൺഗ്രസിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജോസഫ് മത്സരിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരണമെന്നും കോടിയേരി പറഞ്ഞു. BJP സൈനിക നേട്ടത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. വടകര പാർലമെന്റ് മണ്ഡലം LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വലിയ ആവേശം പകരുന്നതായി LDF കൺവെൻഷൻ. കോട്ടപ്പറമ്പിൽ ചേർന്ന പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP സൈനിക നേട്ടത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണെന്ന് കോടിയേരി പറഞ്ഞു. ഇത് BJPയുടെ വില കുറഞ്ഞ തന്ത്രമാണ്. കേരള കോൺഗ്രസിനെ പിളർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. PJ ജോസഫ് ഇനി കേരള കോൺഗ്രസിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ജോസഫ് മത്സരിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരണമെന്നും കോടിയേരി പറഞ്ഞു. PJ ജോസഫിന് സീറ്റില്ല എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രസിഡന്റിനാണ് സീറ്റില്ലാത്തത്. ജോസഫ് എന്തിനാണ് ഇനി ആ പാർട്ടിയിൽ നിൽക്കേണ്ട കാര്യം? ഒരു സീറ്റ് ചോദിച്ച് കിട്ടുന്നില്ലെങ്കിൽ ആ പാർട്ടിയിൽ നിൽക്കേണ്ട കാര്യം വേറെ പാർട്ടിക്കാരനല്ലല്ലോ PJ ജോസഫ്. അദ്ദേഹം മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് സീറ്റ് ചോദിച്ച് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ധീരമായിട്ട് മത്സരിച്ചു. അങ്ങനെ ജോസഫ് ധീരമായി ആ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ PJ ജോസഫിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിനെ പിളർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ പിളർക്കാൻ കോൺഗ്രസ് ആണ് പ്രവർത്തിക്കുന്നത്. അത് PJ ജോസഫിന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ UDFിനകത്താകെ തമ്മിലടിയും സംഘർഷവുമായതുകൊണ്ട് സീറ്റ് വചനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസ് ജയിക്കാതെയും BJPയെ തോൽപ്പിക്കാമെന്ന് 2004 തെളിയിച്ചതായി കോടിയേരി ഓർമ്മിപ്പിച്ചു. വലിയ അക്രമത്തിനിരയായ ആളാണ് P ജയരാജൻ. എന്നിട്ടും നിരന്തരം വേട്ടയാടുന്ന സമീപനമാണ് എതിരാളികൾ സ്വീകരിക്കുന്നത്. വടകരയിൽ പൊതു സ്ഥാനാർത്ഥി എന്നത് കോലി ബി സഖ്യത്തിന്റെ പുതിയ രൂപമാണെന്നും കോടിയേരി പറഞ്ഞു. എന്തൊക്കെ നുണപ്രചാരണങ്ങൾ നടന്നാലും ജനങ്ങളുടെ കോടതി സത്യസന്ധമായി വിധിയെഴുതുമെന്ന് സ്ഥാനാർത്ഥി P ജയരാജൻ പറഞ്ഞു. മന്ത്രിമാരായ KK ശൈലജ, TP രാമകൃഷ്ണൻ, MLAമാരായ CK നാണു, AN ഷംസീർ, EK വിജയൻ, LDF നേതാക്കളായ MV ശ്രേയംസ്കുമാർ, സത്യൻ മൊഗേരി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്തെ 2923 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലും ഗൾഫിലുമായി 4,35,142 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 1:45 മുതലാണ് പരീക്ഷ. ഈ മാസം 28-നാണ് പരീക്ഷ അവസാനിക്കുക. SSLC, THSLC, AHSLC എന്നീ പരീക്ഷകൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. 2,22,527 ആൺകുട്ടികളും 2,12,615 പെൺകുട്ടികളുമടക്കം 4,35,142 വിദ്യാർത്ഥികളാണ് ഇത്തവണ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത്.
കേരളത്തിൽ 2923 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. ലക്ഷദ്വീപിലും ഗൾഫ് മേഖലയിലും 9 പരീക്ഷാ കേന്ദ്രങ്ങളും. ഗൾഫ് മേഖലയിൽ 495 കുട്ടികളും ലക്ഷദ്വീപിൽ 682 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്, 27,436 പേർ. എടരിക്കോട് PKMMHSലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്, 2,411 പേർ. കേരളത്തിൽ സർക്കാർ സ്കൂളുകളിൽ നിന്ന് 1,42,033 വിദ്യാർത്ഥികളും എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്ന് 2,62,125 വിദ്യാർത്ഥികളും ഇത്തവണ പരീക്ഷ എഴുതും. 28-ാം തീയതിയാണ് പരീക്ഷ സമാപിക്കുക. വേനൽച്ചൂട് കണക്കിലെടുത്ത് കുടിവെള്ളം അടക്കമുള്ള സൌകര്യങ്ങൾ കുട്ടികൾക്കായി പരീക്ഷാ ഹാളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. 54 കേന്ദ്രീകൃത ക്യാമ്പുകളിലായി ഏപ്രിൽ 5 മുതൽ മെയ് 2 വരെ 2 ഘട്ടങ്ങളിലായിട്ടാണ് മൂല്യനിർണ്ണയം നടക്കുക. ആദ്യഘട്ടം ഏപ്രിൽ 5-ന് ആരംഭിച്ച് ഏപ്രിൽ 13-ന് അവസാനിക്കും. രണ്ടാം ഘട്ടം ഏപ്രിൽ 25 മുതൽ മെയ് 2 വരെയായും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി ജെ ജോസഫ് മാധ്യമങ്ങളെ കാണുന്ന തത്സമയ സംപ്രേഷണം. ഒരു തീരുമാനം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഒരു പരിഹാര മാർഗമാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്? അല്ല, അതിപ്പം ഞങ്ങളെ ഞങ്ങളെ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്ക് പോകാം. അല്ല, ഞാൻ അല്ല ഞാൻ ഒരാളോട് മാത്രം സംസാരിച്ചിട്ട് പറയാൻ പറ്റില്ല. സീറ്റ് അല്ലാതെ ഒരു ഉപാധി ഉണ്ടോ ഇക്കാര്യത്തിൽ? പി ജെ ജോസഫ് ഉമ്മൻചാണ്ടിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സീറ്റ് അല്ലാതെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഫോർമുലകൾ ഉണ്ടോ എന്നതിന് അദ്ദേഹം വ്യക്തമായ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഒരാളെ മാത്രം കണ്ടതിന് ശേഷം പ്രതികരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് എല്ലാ കാര്യത്തിലും ശുഭാപ്തി വിശ്വാസമുണ്ട്, കാര്യങ്ങൾ രമ്യമായി തന്നെ പിരിയും എന്ന തരത്തിലായിരുന്നു പി ജെ ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കേരള കോൺഗ്രസിലെ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് പി ജെ ജോസഫ് ഉമ്മൻചാണ്ടിയെ തലസ്ഥാനത്തെ വസതിയിലെത്തി കണ്ടത്. കേരള കോൺഗ്രസിനുള്ളിലെ നിലവിലെ സാഹചര്യം പരിഹരിക്കപ്പെടേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. വിശദാംശങ്ങൾ നൽകാൻ ദിനകർ ചേരുകയാണ്. ദിനകർ, വളരെ നിർണായകമായ കൂടിക്കാഴ്ച എന്ന് തന്നെ പറയാം. കേരള കോൺഗ്രസിലെ ഭിന്നത UDF-നെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യതയുള്ള സീറ്റിൽ ഇത്രത്തോളം ഭിന്നതയും പ്രതിസന്ധികളും വരുന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി പി ജെ ജോസഫ് കൂടിക്കാഴ്ച പൂർണ്ണമാകുമ്പോൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്? എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. UDF നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായത്, ചർച്ചയിൽ ഉണ്ടായത്? വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹം കൂടുതലായി കാര്യങ്ങളൊന്നും വിശദമാക്കാൻ തയ്യാറായില്ല. ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൂടുതൽ മറുപടി നൽകിയതുമില്ല. UDF നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ വിശദീകരിക്കും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം അവസാനിപ്പിച്ച് അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനായി അദ്ദേഹം കണ്ടോൺമെന്റ് ഹൌസിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്. ക്രിസ്റ്റിന, വിശദാംശങ്ങൾ നൽകിയത് ദിനകറാണ്. ഉമ്മൻചാണ്ടി പി ജെ ജോസഫ് കൂടിക്കാഴ്ച പൂർണ്ണമായി. തിരികെ വരാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുലായം സിംഗ് യാദവ്, മായാവതി, അഖിലേഷ് യാദവ് എന്നിവരുടെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കില്ല. റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിൽ SP BSP സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ നന്ദി സൂചകമായാണ് നീക്കം. ചില സീറ്റുകളിൽ മഹാസഖ്യത്തിനു വേണ്ടി നീക്കുപോക്കുകൾക്കും കോൺഗ്രസ് തയ്യാറായേക്കും. കോൺഗ്രസുമായി സഖ്യമില്ലെങ്കിലും രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിലും സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് SP BSP മഹാസഖ്യം തീരുമാനിച്ചിരുന്നു. സമാജ്വാദി പാർട്ടിയുടെയും BSPയുടെയും തീരുമാനത്തിന് പ്രത്യുപകാരം ചെയ്യാൻ കോൺഗ്രസും തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുലായം സിംഗ് യാദവ്, മായാവതി, അഖിലേഷ് യാദവ് എന്നിവരുടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ആലോചന. മുലായം സിംഗ് യാദവ് മെയിൻപുരിയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അഖിലേഷ് യാദവും മായാവതിയും മത്സരിക്കുന്ന സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. അഖിലേഷ് അസംഗഡിലും മായാവതി അംബേദ്കർ നഗറിലോ നാഗിനയിലോ മത്സരിക്കാനാണ് സാധ്യത. 3 നേതാക്കളും മത്സരിക്കുന്ന സീറ്റുകൾ ഏതായാലും അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ കോൺഗ്രസുമായി എവിടെയും സഖ്യമില്ലെന്ന് ആവർത്തിച്ച മായാവതിക്ക് വേണ്ടി എന്തിന് വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവർ ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുമെന്ന് സംസ്ഥാന കോൺഗ്രസ് വക്താവ് അൻഷു അവസ്ഥി പറഞ്ഞു. UPയിൽ മറ്റ് വിട്ടുവീഴ്ചകൾക്കും കോൺഗ്രസ് തയ്യാറായേക്കും. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും BJPയും മഹാസഖ്യവും നേരിട്ടാണ് മത്സരം. ഇതിൽ ചില മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ കോൺഗ്രസ് വോട്ടുകൾ നിർണായകമാകും. അത്തരം മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്താനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ഗുജറാത്തിൽ കോൺഗ്രസ് എംഎൽഎമാർ കൂട്ടത്തോടെ ബിജെപിയിൽ ചേരുന്നു. ഒരാഴ്ചക്കിടെ ബിജെപിയിലെത്തിയത് കോൺഗ്രസിന്റെ 3 എംഎൽഎമാരാണ്. ഒരു മാസത്തിനിടെ 4 പേർ. ഇതുവരെ 5 എംഎൽഎമാർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബിജെപിയിൽ ചേർന്നു. ഗുജറാത്തിൽ ഇത് കാലുമാറ്റത്തിന്റെ കാലം. അധികാരവും പദവിയും മോഹിച്ച കോൺഗ്രസ് എംഎൽഎമാർ കൂട്ടത്തോടെ ബിജെപിയിൽ ചേക്കേറുന്നു. മാനവന്തർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ തുടർച്ചയായി 4 തവണ വിജയിച്ച മുതിർന്ന നേതാവ് ജവഹർ ചാവ്ദ 8-ാം തീയതി ബിജെപിയിൽ ചേർന്നു. 9-ാം തീയതി ഗുജറാത്ത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അഹിർ സമുദായത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവാണ് ചാവ്ദ. അന്നേ ദിവസം തന്നെ ദംഗ്ര എംഎൽഎ പുരുഷോത്തം സബരിയും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബിജെപിയിൽ ചേർന്നു. ഇറിഗേഷൻ അഴിമതി കേസിൽ ഒക്ടോബർ മാസം അറസ്റ്റിലായ സബരിക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജാമ്യം ലഭിച്ചത്. ഇതിനു പിന്നാലെ അദ്ദേഹം ബിജെപിയിലെത്തി. ഗുജറാത്തിലെ വിജയ് രൂപാണി സർക്കാർ അഴിമതി കേസ് നിർത്തിവെക്കുകയും ചെയ്തു. ഒബിസി വിഭാഗത്തിൽപ്പെട്ട സാത്തുര സമുദായത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ് ജാംനഗർ റൂറൽ എംഎൽഎ വല്ലഭ് ധാരാവിയ. 3 ദിവസം മുമ്പ് ധാരാവിയയും ബിജെപിയിൽ ചേർന്നു. മെഹ്സാന ജില്ലയിലെ ഉജ്ഹ മണ്ഡലത്തിലെ കോൺഗ്രസ് എംഎൽഎ ആശാ പട്ടേലും ബിജെപി പാളയത്തിലെത്തിയതോടെ ആകെ 5 എംഎൽഎമാർ കാവിക്കൊടിക്കീഴിലായി. കൂറുമാറ്റച്ചട്ടം മറികടക്കാൻ നിയമസഭാ സ്ഥാനാർത്ഥിത്വം എംഎൽഎമാർ രാജിവെക്കുന്നതോടെ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുകയും ബിജെപി ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. 182 അംഗ ഗുജറാത്ത് നിയമസഭയിൽ കോൺഗ്രസ് എംഎൽഎമാർ 71 ചുരുങ്ങി. ബിജെപിയുടെ വാഗ്ദാനങ്ങൾ തള്ളിക്കളയാൻ എംഎൽഎമാർക്ക് കഴിയാത്തത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തെയും പരിഭ്രാന്തിയിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോട്ടയം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം. തിരുനക്കരയിൽ നടന്ന കൺവെൻഷൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനാൽ കോട്ടയം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവൻ പ്രചരണത്തിന് മുന്നിലാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നാൾ മുതൽക്കേ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിട്ടെത്തി വോട്ടർമാരെ കാണുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി. അതിനിടയിലാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തിരുനക്കരയിൽ ഔദ്യോഗിക തുടക്കമായത്. മതേതരത്വം സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കാനം രാജേന്ദ്രൻ പറഞ്ഞു. നരേന്ദ്രമോദിയെ പുറത്താക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയമായ ശത്രുതയും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഇന്ന് ഒരുമിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണി ദേശീയ അടിസ്ഥാനത്തിൽ ഉണ്ടായില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണാൻ പോകുന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ കൺവെൻഷനായിരുന്നു തിരുനക്കരയിലേത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ, സ്ഥാനാർത്ഥി VN വാസവൻ, LDF നേതാക്കളായ സ്കറിയ തോമസ്, ബിജിലി തോമസ്, AV റസൽ, മണി സി കാപ്പൻ, സാബു മുരിക്കുവേലി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാർക്കിടയിൽ ബോധവൽക്കരണത്തിനായി വോട്ടുവണ്ടിയുടെ പര്യടനം തുടരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും VVPATും പരിചയപ്പെടുത്തുന്നതിനുള്ള സൌകര്യം വാഹനത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഒരുക്കിയ വോട്ടുവണ്ടിയുടെ യാത്ര തെരഞ്ഞെടുപ്പ് വരെ തുടരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി രാജ്യത്തൊട്ടാകെയായി VVPAT ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ സമ്മതിദായകർ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെയും VVPATനെയും സമ്മതിദായകർക്ക് പരിചയപ്പെടുത്തുന്ന വോട്ടുവണ്ടിയുടെ യാത്ര നിയമസഭ മണ്ഡലാടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാർ ആദ്യമെത്തുന്നത് EVM എന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനടുത്താണ്. ഈ മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ പേര്, ക്രമനമ്പർ, ചിഹ്നം എന്നിവയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്വന്തം സ്ഥാനാർത്ഥിക്ക് രേഖപ്പെടുത്തുന്ന വോട്ട് വോട്ടർമാർക്ക് നേരിൽ ബാലറ്റായി VVPATൽ കാണാൻ സാധിക്കും. 7 സെക്കൻഡ് മാത്രമാകും ഇത് കാണാൻ സാധിക്കുക. തുടർന്ന് അവ VVPAT മെഷീനിൽ സൂക്ഷിക്കും. ഇക്കാര്യങ്ങളെല്ലാം വോട്ട് വണ്ടിയിലെത്തുന്നവർക്ക് ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിച്ചു നൽകും. VVPAT എന്ന ഈ ഒരു സംവിധാനത്തെ ജനങ്ങളിലേക്ക് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങൾക്ക് അവബോധം ഈ മെഷീനെ പറ്റിയുള്ള ഒരു സ്റ്റഡി ക്ലാസ് പോലെ ഇതിനെപ്പറ്റി വിശദീകരിച്ച് നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മുഴുവൻ ജനങ്ങളെ ഈ സമ്മതിദാനം രേഖപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്ക് ഈ വോട്ട് വണ്ടിക്കുണ്ട്. സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പരിപാടിയുടെ ഭാഗമായാണ് വോട്ടുവണ്ടിയുടെ പര്യടനം.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ജില്ലാ ഭരണകൂടം ഒരുക്കിയ വോട്ട് വണ്ടിയുടെ യാത്ര തെരഞ്ഞെടുപ്പ് വരെ തുടരും. ഓരോ മേഖലകളിലും എത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ വോട്ടർമാരെയും അവരുടെ സമ്മതിദാനാവകാശം അത് എത്രത്തോളം വിലയേറിയതാണ് എന്നുള്ള കാര്യം ഈ വോട്ട് വണ്ടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം എസ് ഷീജ. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് നടന്ന കൺവെൻഷനിൽ ആയിരങ്ങൾ പങ്കാളികളായി. നരേന്ദ്രമോദിയും BJPയും ഒരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാത്ത വിധം ശക്തമായ ജനവിധിയാണ് ഉണ്ടാകേണ്ടതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ചേർന്നത്. ആയിരക്കണക്കിന് LDF പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ഒട്ടേറെ പ്രമുഖ വ്യക്തികളും കൺവെൻഷനിൽ സംബന്ധിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. LDFന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു. നരേന്ദ്രമോദിയും BJPയും ഇനിയൊരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാത്ത വിധം ജനവിധി ഉണ്ടാകുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. NDAയുടെ നേതൃത്വത്തിൽ BJPയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇനി ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാകരുത് എന്നതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ വിഷയം. LDFും ജനങ്ങളും തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. എന്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്നെ ഏൽപ്പിച്ച ഈ ചുമതല ആത്മാർത്ഥമായും സത്യസന്ധമായും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിർവഹിക്കുമെന്ന് ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക. P. കരുണാകരൻ MP ഉൾപ്പെടെയുള്ള LDF സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രസംഗിച്ചു. TV രാജേഷ് MLA സ്വാഗതം പറഞ്ഞു. AV രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ചെയർമാനും TV രാജേഷ് MLA കൺവീനറുമായി 1001 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഉദുമ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ചു. LDF കൺവെൻഷന് ശേഷം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് വോട്ടഭ്യർത്ഥിച്ച് കാഞ്ഞങ്ങാട് നഗരത്തിൽ LDF പ്രവർത്തകർ റോഡ് ഷോ നടത്തി. KP സതീഷ് ചന്ദ്രന്റെ ഉജ്ജ്വല വിജയം പ്രഖ്യാപിക്കുന്നതായി മാറി കാഞ്ഞങ്ങാട്ട് നടന്ന LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. അരയും തലയും മുറുക്കി സതീഷ് ചന്ദ്രന്റെ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപനവുമായാണ് പ്രവർത്തകർ കൺവെൻഷനിൽ നിന്നും പിരിഞ്ഞുപോയത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കോഴിക്കോട് LDF സ്ഥാനാർത്ഥിയെ പ്രദീപ് കുമാർ MLA ആയിരിക്കെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എല്ലാ ജനപ്രതിനിധികളും മാതൃകയാക്കണമെന്ന് എഴുത്തുകാരൻ NS മാധവൻ. പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം അത്ഭുതപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോടെത്തിയ NS മാധവൻ പ്രദീപ് കുമാറിന്റെ വികസന നേട്ടങ്ങൾ കണ്ടാണ് മടങ്ങിയത്. കോഴിക്കോടെത്തിയ NS മാധവൻ ആദ്യമെത്തിയത് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ്. പ്രിസത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ സ്കൂൾ കണ്ട് എഴുത്തുകാരൻ അമ്പരന്നു. നേരെ കാരപ്പറമ്പ് സ്കൂളിലേക്ക്. പൊതുവിദ്യാലയങ്ങളുടെ മുഖം തന്നെ മാറിയിരിക്കുന്നു. പ്രദീപ് കുമാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നതായും എല്ലാ സ്ഥാനാർത്ഥികളും ഇതുപോലുള്ള മാതൃക മുൻപോട്ട് വെച്ച് വോട്ട് ചോദിച്ചാൽ കേരളം മികച്ച സ്ഥലമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീ പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രിസം പരിപാടിയുടെ ഭാഗമായിട്ട് ഏതാണ്ട് 10 സ്കൂളുകൾ വളരെയധികം ആധുനീകരിച്ചിട്ടുണ്ട്. ഈ സ്കൂളുകൾ ഞാൻ മറ്റു പല പ്രൈവറ്റ് സ്കൂളുകളും കേന്ദ്ര ഗവൺമെൻറ് സ്കൂളുകളും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ഇതുപോലെയുള്ള ഏതെങ്കിലും മാതൃകകൾ മുന്നോട്ട് വച്ചുകൊണ്ട് വോട്ട് ചോദിക്കുകയാണെങ്കിൽ കേരളം വളരെ നല്ല സ്ഥലമാകുമെന്നാണ്. തന്റെ മണ്ഡലമായ എറണാകുളത്തെ സ്ഥാനാർത്ഥിയിൽ താൻ പൂർണ്ണ സംതൃപ്തനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്റെ സംതൃപ്തി അതിൽ പ്രശ്നമല്ല. ഞാൻ തൃക്കാക്കര എറണാകുളത്ത് വോട്ട് ചെയ്യുന്ന ആള്. ഞാൻ വളരെ സംതൃപ്തനാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം. നല്ല സ്ഥാനാർത്ഥികളെ പൊതുജനം തിരിച്ചറിയുമെന്നും പറഞ്ഞാണ് എഴുത്തുകാരൻ മടങ്ങിയത്. മേഘമാധവൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു LDF ചാലക്കുടി ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ. ഇടതു സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ വിജയമുറപ്പിക്കാൻ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അങ്കമാലിയിൽ ഒത്തുകൂടിയത്. മന്ത്രി K. കൃഷ്ണൻകുട്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി 5001 അംഗ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയും രൂപീകരിച്ചു.
തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ വിജയമുറപ്പിക്കുന്നതിനായി അങ്കമാലിയിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു. കൺവെൻഷൻ ഹാളിലേക്ക് ഇടത് സ്ഥാനാർത്ഥി കടന്നു വന്നപ്പോൾ മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ അദ്ദേഹത്തെ വരവേറ്റു. തിങ്ങി നിറഞ്ഞ പുരുഷാരത്തെ സാക്ഷിയാക്കി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലും പല സംസ്ഥാനങ്ങളിലും അച്ഛനും അമ്മയും ഇന്ത്യക്കാരനാണെങ്കിലും മക്കൾ ജനിച്ചാൽ ഇന്ത്യക്കാരനാകണമെന്ന് വേറെ പ്രത്യേക സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം, പ്രത്യേക തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കണം എന്ന് വരെ ചിന്തിക്കുന്നു. അതിനുള്ള നിയമങ്ങളും കൊണ്ട് പല രീതിയിലും വരിഞ്ഞു മുറുക്കുന്ന ഒരു സ്ഥിതിയാണ്. മന്ത്രിമാരായ എം മണി, VS സുനിൽകുമാർ എന്നിവരും സംസാരിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥിയായ ഇന്നസെന്റിന്റെ ഊഴമായിരുന്നു. സഖാവ് എന്ന് തന്നെ വിളിക്കുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നതായി ഇന്നസെന്റ് പറഞ്ഞപ്പോൾ നിലയ്ക്കാത്ത കയ്യടി. ഇതുവരെ ഞാൻ വെറും ഇന്നസെന്റ് ആയിരുന്നു, ഇപ്പോ സഖാവ് ഇന്നസെന്റ് എന്ന് വിളിക്കും. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം കുടമായിരുന്നു, അന്ന് ഞാൻ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ നോക്കി വിലപിക്കുകയായിരുന്നു. എന്നാണ് അത് എന്റെ അടുക്കിലേക്ക് വരിക, അതും എന്റെ അടുക്കിലേക്ക് വന്നു. MLA-മാരും ഇടത് ഘടകകക്ഷി നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു. അതേസമയം പ്രചാരണ രംഗത്ത് ഇതിനകം ഏറെ സജീവമായി കഴിഞ്ഞ ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ മണ്ഡല പര്യടനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നസെന്റിന്റെ പ്രചാരണ പരിപാടികൾ അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ചതാണ്. നിരവധി പേരെ അദ്ദേഹം ഇതിനകം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഓരോ സ്ഥലത്തും അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്നും KM ഉമേഷ്. ആലത്തൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കി ഇടതുമുന്നണി. വടക്കഞ്ചേരിയിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. UDF NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകുന്നതിന് മുൻപേ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ആലത്തൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണി വ്യക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞു. വടക്കഞ്ചേരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ PK ബിജുവിന്റെ വിജയത്തിനായി അണിചേർന്നു. BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാകും. മതേതര സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരണമെന്നും അതിനായി പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു സെക്യുലർ ഗവൺമെന്റ് രൂപം കൊള്ളണം, മതനയങ്ങളോടുകൂടി ഒരു ഗവൺമെന്റ് രൂപം കൊള്ളണം. അതോടൊപ്പം പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം നല്ല രീതിയിൽ വർദ്ധിക്കുകയും വേണം. അപ്പൊ ചിലര് അപ്പൊ ചോദിക്കുകയാണ്, ഇടതുപക്ഷത്തിന്റെ അംഗബലം എന്തിനാണ് വർദ്ധിക്കുന്നത്? അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വല്ലാതെ ഭയപ്പെടുന്നവർക്ക് കൂട്ടുണ്ട്. അത് വലതുപക്ഷം ആകെ ഭയപ്പെടുക, ചെറിയ ഭയപ്പാടല്ല. ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പാണ്, അത് ഇടതുപക്ഷം വിശ്വസിക്കാവുന്ന ശക്തി, ഇടതുപക്ഷത്തിന്റെ യജ്ഞമാണ്. ഏതെല്ലാം തരത്തിലുള്ള പ്രലോഭനങ്ങളോ ദുസ്വാധീനങ്ങളോ ഉണ്ടായാൽ ഒരു തരത്തിലുള്ള ചാഞ്ചല്യത്തിന് വിധേയരാകാത്തവർ ഉറച്ച നിലപാട് സ്വീകരിക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. കഴിഞ്ഞ 5 വർഷത്തെ ആലത്തൂർ മണ്ഡലത്തിന്റെ വികസന രേഖ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി PK ബിജു വിവിധ മേഖലകളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക ചരിത്രത്തിൽ ജനങ്ങളുടെ സമ്പത്ത് ഇത്രയധികം കൊള്ളയടിക്കപ്പെട്ട ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല എന്നും യുക്തിചിന്തയും ശാസ്ത്രബോധവും നിഷേധിക്കുന്നതാണ് മോദിയുടെ നയമെന്നും LDF കൺവീനർ A വിജയരാഘവൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിലായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. നിലവിൽ ആറന്മുളയുടെ വികസന നായികയായ വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ സ്ത്രീ പുരുഷ ഭേദമന്യേ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. കൺവെൻഷൻ LDF കൺവീനർ A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ലോക ചരിത്രത്തിൽ ജനങ്ങളുടെ സമ്പത്ത് ഇത്രയധികം കൊള്ളയടിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നും യുക്തിചിന്തയും ശാസ്ത്രബോധവും നിഷേധിക്കുന്നതാണ് മോദിയുടെ നയമെന്നും BJPക്ക് ബദൽ ഇടതുപക്ഷം തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളുടെ സമ്പത്ത് പൊതുമേഖലയാണെങ്കിൽ അത്, മേഖലാ വിഷയമാണെങ്കിൽ അത്, ഈ മുതലാളികൾ എടുത്തുകൊണ്ടുപോകാൻ എല്ലാ ഭാഗത്തും തുറന്നു കൊടുത്ത കാവൽക്കാരനാണ് നരേന്ദ്രമോദി. ലോക ചരിത്രത്തിൽ ജനങ്ങളുടെ സമ്പത്ത് ഇങ്ങനെ കൊള്ളയടിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല. സാമ്പത്തിക ഉദാഹരണ നയങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട നടത്തിപ്പ് എന്നുള്ള നിലയ്ക്ക് ജനവിരുദ്ധ നിലപാടുകൾ നിരന്തരം സ്വീകരിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വത്തിന്റെ നടത്തിപ്പിന്റെ പിന്തുണ ഈ പ്രമാണങ്ങളിൽ നിന്ന് നേടിയെടുത്ത് ഒരു മഹാരാജ്യത്തിന്റെ സഹസ്രാബ്ദങ്ങളുടെ സംസ്കൃതിക്ക് നേരെ വിപരീത ദിശയിൽ കാര്യങ്ങളെ കൊണ്ടുപോയി സ്ഥാപിച്ച് തീവ്ര ഹിന്ദുത്വം എന്നേക്കുമായി
എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകേണ്ടതില്ല. ചടങ്ങിൽ വനവകുപ്പ് മന്ത്രി കെ രാജു എബ്രഹാം MLA, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ, CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വോട്ട് തേടി ഇടതുമുന്നണി കൊല്ലം ലോക്സഭാ സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ജില്ലാ കളക്ടറേറ്റിൽ സർക്കാർ ജീവനക്കാരെയും വക്കീലന്മാരായ പ്രവർത്തകരെയും കണ്ടു. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളാണെന്നും സഹകരണവും പിന്തുണയും നൽകുമെന്നും KN ബാലഗോപാൽ പ്രതീക്ഷ പങ്കുവച്ചു. വക്കീൽ കുപ്പായം ഊരിവെച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും സഹപ്രവർത്തകരെ ബാർ അസോസിയേഷനിൽ കണ്ടുമുട്ടിയപ്പോൾ KN ബാലഗോപാലിന് ഗൃഹാതുരത. കെട്ടിപ്പുണർന്നും ഹസ്തദാനം ചെയ്തും അഭിഭാഷകർ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തു. സർക്കാർ സംവിധാനം തന്നെ തകർക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോവാണ് BJP ഗവൺമെന്റും മറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ മേഖലയിൽ ഇവിടെ കളക്ടറേറ്റ് വന്ന് നമ്മുടെ ഇവിടെ ധാരാളം ജോലിയെടുക്കുന്ന ആളുകളോട് അവരുടെ ഒരു സഹായം അഭ്യർത്ഥിക്കാനും വക്കീലന്മാരുടെ പിന്തുണ അഭ്യർത്ഥിക്കാനുമായിട്ട് വന്നത് ഇന്ന് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്ഥിരമായി ഒരുമിച്ച് പല കാര്യങ്ങളിലും മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾ, അതിനകത്ത് ഒരാളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹമാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കൊല്ലം കളക്ടറേറ്റിൽ സർക്കാർ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും നേരിൽ കണ്ട് KN ബാലഗോപാൽ വോട്ട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. PJ ജോസഫ് രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ചയ്ക്കായി PJ ജോസഫ് ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിലെത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകാൻ ഷീജ ചേരുകയാണ്. ഷീജ, കേരള കോൺഗ്രസിലെ തർക്കം അതൊരു നിർണായകമായ തരത്തിലേക്ക് പോയിരിക്കുന്ന സാഹചര്യമാണ്. കേരള കോൺഗ്രസിൽ നിന്ന് PJ ജോസഫ് മുന്നണി വിടുമോ എന്ന തരത്തിൽ തന്നെ ആശങ്കകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ നേരത്തെ തലസ്ഥാനത്തെത്തി PJ ജോസഫ് ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിശദാംശങ്ങൾ പങ്കുവച്ചില്ലെങ്കിൽ പോലും ശുഭാപ്തി വിശ്വാസമുണ്ട്, കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. കേരള കോൺഗ്രസിലെ നിലവിലെ തർക്കം പരിഹരിക്കപ്പെടേണ്ട സാഹചര്യമുള്ളതിനാൽ നേരത്തെ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിരുന്നത് കേരള കോൺഗ്രസിനുള്ളിലെ തർക്കം അവർ തന്നെ പരിഹരിക്കട്ടെ, ഇടപെടേണ്ട സാഹചര്യമില്ല എന്നിരിക്കെ ഇപ്പോൾ PJ ജോസഫ് കോൺഗ്രസ് നേതാക്കളുമായുള്ള പലതരത്തിലുമുള്ള കൂടിക്കാഴ്ച നടത്തുകയാണ്. ഉമ്മൻചാണ്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ച പ്രാഥമികമായ കൂടിക്കാഴ്ച എന്ന നിലയിൽ മാത്രം കാണുമ്പോഴും രമേശ് ചെന്നിത്തലയുമായാണ് അടുത്ത ഘട്ടം കൂടിക്കാഴ്ച നടത്തുന്നത്. PJ ജോസഫിന്റെ നീക്കം അത് ഏത് തരത്തിലുള്ളതായാലും വളരെ നിർണായകമാണ്. അതിന് മുന്നോടിയായി തന്നെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് PJ ജോസഫ് ഇത്തരത്തിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് തന്നെ വിലയിരുത്താം. PJ ജോസഫ് ഉമ്മൻചാണ്ടിയുമായാണ് നേരത്തെ കൂടിക്കാഴ്ച നടത്തിയത്. കേരള കോൺഗ്രസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ദിനകർ ചേരുകയാണ്. ദിനകർ, പ്രാഥമികമായ കൂടിക്കാഴ്ച ഉമ്മൻചാണ്ടിയുമായി നടത്തിയ ശേഷം ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിൽ PJ ജോസഫ് എത്തിയിരിക്കുകയാണ്. എത്രത്തോളം നിർണായകമാണ് അടുത്ത കൂടിക്കാഴ്ച? വിശദാംശങ്ങൾ. ദിനകർ, കേൾക്കാമെങ്കിൽ PJ ജോസഫ് നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടാത്ത സാഹചര്യത്തിൽ PJ ജോസഫ് രമേശ് ചെന്നിത്തലയുമായി രണ്ടാം ഘട്ട ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള തയ്യാറെടുപ്പിൽ കന്റോൺമെന്റിൽ എത്തിയിരിക്കുന്ന സാഹചര്യം, വിശദാംശങ്ങൾ. തീർച്ചയായും ദിനകർ, പറയാം. അല്പം മുമ്പാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയത്. കേരള കോൺഗ്രസ് മാണിക്ക് വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. മാണിയും PJ ജോസഫും തമ്മിൽ വലിയ അകലത്തിൽ എത്തിയിരിക്കുന്നു. കോട്ടയം സീറ്റ് തങ്ങൾക്ക് വേണം എന്നുള്ള ആവശ്യം PJ ജോസഫ് ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം പിന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കോട്ടയം സീറ്റിൽ പാർട്ടി വൈസ് ചെയർമാൻ കൂടിയായ തനിക്ക് മത്സരിക്കണം എന്ന നിലപാട് അദ്ദേഹം എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തലങ്ങളിൽ കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചകൾ നടന്നു. എന്നാൽ പിന്നെ അവസാന ഘട്ടത്തിൽ തോമസ് ഹരിദാസിനെ KM മാണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. അത് PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപമാനകരമായി തന്നെ ചെയ്യുന്ന ഒരു പശ്ചാത്തലം. മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള തനിക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ട് തോമസ് രാജുകാരന്റെ സീറ്റ് നൽകിയ ഒരു പശ്ചാത്തലം അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മാണി ഗ്രൂപ്പിൽ നിന്നും വേർതിരിയുക എന്ന നിലപാടിലേക്ക് വരുന്നതാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് പിന്നീട് എന്ത് എന്നുള്ള ചോദ്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. PJ ജോസഫ് മാണി ഗ്രൂപ്പിൽ നിന്ന് വിട്ടുകൊണ്ട് പഴയ ജോസഫ് ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് മുന്നണിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത്തരം സാധ്യതയാണ് ഇന്ന് ഉമ്മൻചാണ്ടിയുമായി അതോടൊപ്പം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി ചർച്ചകൾ നടത്തുന്നത്. അത് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ ഇതടക്കമുള്ള വിഷയങ്ങൾ
പ്രശ്നങ്ങൾ ഇന്ന് ചർച്ചയിലേക്ക് കടന്നു വന്നു. എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ജെ ജോസഫ് മുന്നണി വിടുന്നതിന് പി ജെ ജോസഫ് തൽപരമല്ല. മുന്നണിയിൽ UDF-ൽ തന്നെ തുടരും തന്നെയാണ് പി ജെ ജോസഫ് പുറത്ത് വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുമായും പിന്നീട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായും ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത്. ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായും APCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായും അല്പസമയത്തിനകം ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇവിടേക്ക് എത്തും. എന്തായാലും കേരള കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധി UDF-ലേക്ക് കൂടി വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ അടക്കം നിശ്ചയിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം. ഒരു വശത്ത് LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ UDF-ൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. അതിനിടയിലാണ് പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മുന്നിൽ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. മാണിയും ജോസഫും തമ്മിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം. ഇത് കേവലം കോട്ടയത്തെ സീറ്റിൽ മാത്രമല്ല UDF-നെ ബാധിക്കുക. മറ്റ് ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള വയനാട് ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ ഇത് വലിയ പ്രതിസന്ധി എന്ന് UDF നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയും ഒപ്പം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇടപെട്ടിരിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയം പരിഹരിക്കാൻ ഏത് രീതിയിൽ പരിഹരിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ UDF നേതൃത്വം ആലോചിക്കുന്നത്. പക്ഷേ ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന എത്തിച്ചിരിക്കുന്നു. പി ജെ ജോസഫ് തന്നെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, വിട്ടുവീഴ്ച താൻ തയ്യാറല്ല എന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിൽ പല ഫോർമുലകൾ ഉരുത്തിരിഞ്ഞു വരുന്നു. കോട്ടയം സീറ്റ് UDF-ന് വിട്ടുകൊടുത്തുകൊണ്ട് ഇടുക്കി പി ജെ ജോസഫിന് വിട്ടുകൊടുക്കാനുള്ള ഒരു നീക്കവും പല ഘട്ടങ്ങളിലായി നടക്കുകയുണ്ടായി. അത് എത്രത്തോളം അതിന്റെ ചർച്ചകൾ ഫലവത്തായിട്ടുണ്ട് എന്നുള്ള സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. പല തലങ്ങളിൽ പല ചർച്ചകളിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. പി ജെ ജോസഫ് തീർത്തും അസംതൃപ്തനാണ്. ഇന്ന് രാവിലെ മാത്യു തോട്ടകരെ കണ്ടപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വ്യക്തമാണ്. ദിനകർ, മാണി പി ജെ ജോസഫ് ഭിന്നത രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പി ജെ ജോസഫ് കന്റോൺമെന്റ് ഹൌസിലെത്തിയ പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ പി ജെ ജോസഫ് ഉമ്മൻചാണ്ടിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ഇന്ന് ചർച്ച നടത്തും. രാവിലെ 11 മണിക്കാണ് യോഗം. സാമുദായിക ധ്രുവീകരണത്തിന് ഇടയാക്കും വിധം മതത്തെയോ ദൈവത്തെയോ പ്രചരണത്തിനായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് CEO വ്യക്തമാക്കിയിരുന്നു. ശബരിമല വിഷയത്തിനും ഇത് ബാധകമാകുമെന്നതിനെതിരെ UDF-ഉം BJP-യും രംഗത്തെത്തിയിരുന്നു. ഈ വിഷയങ്ങൾ അടക്കം യോഗം ചർച്ച ചെയ്യും. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കളക്ടറുമായ ഡോക്ടർ K. വാസുകിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സർവീസ് സംഘടനകളുടെയും യോഗവും ഇന്ന് ചേരും. സമൂഹ മാധ്യമങ്ങളിലെ അപകീർത്തികരമായ പോസ്റ്റുകൾക്കെതിരെ വീണ ജോർജ് MLA സൈബർ സെല്ലിൽ പരാതി നൽകി. റാന്നി അയരൂർ സ്വദേശിനിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ വീണ ജോർജ് MLA-ക്കെതിരെയും DYFI-ക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അറസ്റ്റിലായ പ്രതി അജിൻ റജി മാത്യുവുമായി ബന്ധപ്പെട്ടാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിനെതിരെ വ്യാജ പ്രചരണം നടന്നത്. പി ജെ ജോസഫ് ഇനി കേരള കോൺഗ്രസിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജോസഫ് മത്സരിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരണമെന്നും കോടിയേരി പറഞ്ഞു. BJP സൈനിക നേട്ടത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. വടകര പാർലമെന്റ് മണ്ഡലം LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വലിയ ആവേശം പകരുന്നതായി LDF കൺവെൻഷൻ. കോട്ടപ്പറമ്പിൽ ചേർന്ന പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP സൈനിക നേട്ടത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണെന്ന് കോടിയേരി പറഞ്ഞു. ഇത് BJP-യുടെ വില കുറഞ്ഞ തന്ത്രമാണ്. കേരള കോൺഗ്രസിനെ പിളർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. പി ജെ ജോസഫ് ഇനി കേരള കോൺഗ്രസിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ജോസഫ് മത്സരിക്കാൻ ധൈര്യമായി മുന്നോട്ട് വരണമെന്നും കോടിയേരി പറഞ്ഞു. പി ജെ ജോസഫിന് സീറ്റില്ല എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രസിഡന്റിനാണ് സീറ്റില്ലാത്തത്. ജോസഫ് എന്തിനാണ് ഇനി ആ പാർട്ടിയിൽ നിൽക്കേണ്ട കാര്യം? ഒരു സീറ്റ് ചോദിച്ച് കിട്ടുന്നില്ലെങ്കിൽ ആ പാർട്ടിയിൽ നിൽക്കേണ്ട കാര്യം വേറെ പാർട്ടിക്കാരനല്ലല്ലോ പി ജെ ജോസഫ്. അദ്ദേഹം മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് സീറ്റ് ചോദിച്ച് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ധീരമായിട്ട് മത്സരിച്ചു. അങ്ങനെ ജോസഫ് ധീരമായി ആ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ പി ജെ ജോസഫിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിനെ പിളർക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ പാർട്ടിയെ പിളർക്കാൻ കോൺഗ്രസ് ആണ് പ്രവർത്തിക്കുന്നത്. അത് പി ജെ ജോസഫിന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്.
അങ്ങനെ UDF-നകത്ത് ആകെ തമ്മിലടിയും സംഘർഷവുമായതുകൊണ്ട് സീറ്റ് വിഭജനം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസ് ജയിക്കാതെയും BJPയെ തോൽപ്പിക്കാമെന്ന് 2004 തെളിയിച്ചതായി കോടിയേരി ഓർമ്മിപ്പിച്ചു. വലിയ അക്രമത്തിനിരയായ ആളാണ് P. ജയരാജൻ. എന്നിട്ടും നിരന്തരം വേട്ടയാടുന്ന സമീപനമാണ് എതിരാളികൾ സ്വീകരിക്കുന്നത്. വടകരയിൽ പൊതു സ്ഥാനാർത്ഥി എന്നത് കോലി ബി സഖ്യത്തിന്റെ പുതിയ രൂപമാണെന്നും കോടിയേരി പറഞ്ഞു. എന്തൊക്കെ നുണപ്രചാരണങ്ങൾ നടന്നാലും ജനങ്ങളുടെ കോടതി സത്യസന്ധമായി വിധിയെഴുതുമെന്ന് സ്ഥാനാർത്ഥി P. ജയരാജൻ പറഞ്ഞു. മന്ത്രിമാരായ KK ശൈലജ, TP രാമകൃഷ്ണൻ, MLA-മാരായ CK നാണു, AN ഷംസീർ, EK വിജയൻ, LDF നേതാക്കളായ MV ശ്രേയംസ്കുമാർ, സത്യൻ മൊഗേരി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്തെ 2923 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലും ഗൾഫിലുമായി 4,35,142 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 1:45 മുതലാണ് പരീക്ഷ. ഈ മാസം 28-നാണ് പരീക്ഷ അവസാനിക്കുക. SSLC, THSLC, AHSLC എന്നീ പരീക്ഷകൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. 2,22,527 ആൺകുട്ടികളും 2,12,615 പെൺകുട്ടികളുമടക്കം 4,35,142 വിദ്യാർത്ഥികളാണ് ഇത്തവണ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത്. കേരളത്തിൽ 2,923 പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. ലക്ഷദ്വീപിലും ഗൾഫ് മേഖലയിലും 9 പരീക്ഷാ കേന്ദ്രങ്ങളും. ഗൾഫ് മേഖലയിൽ 495 കുട്ടികളും ലക്ഷദ്വീപിൽ 682 വിദ്യാർത്ഥികളും പരീക്ഷ എഴുതും. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്, 27,436 പേർ. എടരിക്കോട് PKMMHS-ലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്, 2,411 പേർ. കേരളത്തിൽ സർക്കാർ സ്കൂളുകളിൽ നിന്ന് 1,42,033 വിദ്യാർത്ഥികളും എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്ന് 2,62,125 വിദ്യാർത്ഥികളും ഇത്തവണ പരീക്ഷ എഴുതും. 28-ാം തീയതിയാണ് പരീക്ഷ സമാപിക്കുക. വേനൽച്ചൂട് കണക്കിലെടുത്ത് കുടിവെള്ളം അടക്കമുള്ള സൌകര്യങ്ങൾ കുട്ടികൾക്കായി പരീക്ഷാ ഹാളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. 54 കേന്ദ്രീകൃത ക്യാമ്പുകളിലായി ഏപ്രിൽ 5 മുതൽ മെയ് 2 വരെ 2 ഘട്ടങ്ങളിലായിട്ടാണ് മൂല്യനിർണ്ണയം നടക്കുക. ആദ്യഘട്ടം ഏപ്രിൽ 5-ന് ആരംഭിച്ച് ഏപ്രിൽ 13-ന് അവസാനിക്കും. രണ്ടാം ഘട്ടം ഏപ്രിൽ 25 മുതൽ മെയ് 2 വരെയായും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുലായം സിംഗ് യാദവ്, മായാവതി, അഖിലേഷ് യാദവ് എന്നിവരുടെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കില്ല. റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിൽ SP BSP സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ നന്ദി സൂചകമായാണ് നീക്കം. ചില സീറ്റുകളിൽ മഹാസഖ്യത്തിനു വേണ്ടി നീക്കുപോക്കുകൾക്കും കോൺഗ്രസ് തയ്യാറായേക്കും. കോൺഗ്രസുമായി സഖ്യമില്ലെങ്കിലും രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിലും സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് SP BSP മഹാസഖ്യം തീരുമാനിച്ചിരുന്നു. സമാജ്വാദി പാർട്ടിയുടെയും BSPയുടെയും തീരുമാനത്തിന് പ്രത്യുപകാരം ചെയ്യാൻ കോൺഗ്രസും തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുലായം സിംഗ് യാദവ്, മായാവതി, അഖിലേഷ് യാദവ് എന്നിവരുടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ആലോചന. മുലായം സിംഗ് യാദവ് മെയിൻപുരിയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അഖിലേഷ് യാദവും മായാവതിയും മത്സരിക്കുന്ന സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. അഖിലേഷ് അസംഗഡിലും മായാവതി അംബേദ്കർ നഗറിലോ നാഗിനയിലോ മത്സരിക്കാനാണ് സാധ്യത. 3 നേതാക്കളും മത്സരിക്കുന്ന സീറ്റുകൾ ഏതായാലും അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ കോൺഗ്രസുമായി എവിടെയും സഖ്യമില്ലെന്ന് ആവർത്തിച്ച മായാവതിക്ക് വേണ്ടി എന്തിന് വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവർ ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുമെന്ന് സംസ്ഥാന കോൺഗ്രസ് വക്താവ് അൻഷു അവസ്ഥി പറഞ്ഞു. UPയിൽ മറ്റ് വിട്ടുവീഴ്ചകൾക്കും കോൺഗ്രസ് തയ്യാറായേക്കും. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും BJPയും മഹാസഖ്യവും നേരിട്ടാണ് മത്സരം. ഇതിൽ ചില മണ്ഡലങ്ങളിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ കോൺഗ്രസ് വോട്ടുകൾ നിർണായകമാകും. അത്തരം മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്താനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുജറാത്തിൽ കോൺഗ്രസ് MLA-മാർ കൂട്ടത്തോടെ BJPയിൽ ചേരുന്നു. ഒരാഴ്ചക്കിടെ BJPയിലെത്തിയത് കോൺഗ്രസിന്റെ 3 MLA-മാർ. ഒരു മാസത്തിനിടെ 4 പേർ. ഇതുവരെ 5 MLA-മാർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJPയിൽ ചേർന്നു. ഗുജറാത്തിൽ ഇത് കാലുമാറ്റത്തിന്റെ കാലം. അധികാരവും പദവിയും മോഹിച്ച കോൺഗ്രസ് MLA-മാർ കൂട്ടത്തോടെ BJPയിൽ ചേക്കേറുന്നു. മാനവന്തർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ തുടർച്ചയായി 4 തവണ വിജയിച്ച മുതിർന്ന നേതാവ് ജവഹർ ചാവ്ദ 8-ാം തീയതി BJPയിൽ ചേർന്നു. 9-ാം തീയതി ഗുജറാത്ത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അഹിർ സമുദായത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവാണ് ചാവ്ദ. അന്നേ ദിവസം തന്നെ ദംഗ്ര MLA പുരുഷോത്തം സബരിയും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്നു. ഇറിഗേഷൻ അഴിമതി കേസിൽ ഒക്ടോബർ മാസം അറസ്റ്റിലായ സബരിക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജാമ്യം ലഭിച്ചത്.
ഇതിനു പിന്നാലെ അദ്ദേഹം BJPയിലെത്തി. ഗുജറാത്തിലെ വിജയ് രൂപാണി സർക്കാർ അഴിമതി കേസ് നിർത്തിവെക്കുകയും ചെയ്തു. OBC വിഭാഗത്തിൽപ്പെട്ട സാത്തുര സമുദായത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ് ജാംനഗർ റൂറൽ MLA വല്ലഭ് ധാരാവിയ. 3 ദിവസം മുമ്പ് ധാരാവിയയും BJPയിൽ ചേർന്നു. മെഹ്സാന ജില്ലയിലെ ഉജ്ഹ മണ്ഡലത്തിലെ കോൺഗ്രസ് MLA ആശാ പട്ടേലും BJP പാളയത്തിലെത്തിയതോടെ ആകെ 5 MLAമാർ കാവിക്കൊടിക്കീഴിലായി. കൂറുമാറ്റച്ചട്ടം മറികടക്കാൻ നിയമസഭാ സ്ഥാനാർത്ഥിത്വം MLAമാർ രാജിവെക്കുന്നതോടെ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുകയും BJP ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. 182 അംഗ ഗുജറാത്ത് നിയമസഭയിൽ കോൺഗ്രസ് MLAമാർ 71 ചുരുങ്ങി. BJPയുടെ വാഗ്ദാനങ്ങൾ തള്ളിക്കളയാൻ MLAമാർക്ക് കഴിയാത്തത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തെയും പരിഭ്രാന്തിയിലാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോട്ടയം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം. തിരുനക്കരയിൽ നടന്ന കൺവെൻഷൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനാൽ കോട്ടയം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VN വാസവൻ പ്രചരണത്തിന് മുന്നിലാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നാൾ മുതൽക്കേ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിട്ടെത്തി വോട്ടർമാരെ കാണുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി. അതിനിടയിലാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തിരുനക്കരയിൽ ഔദ്യോഗിക തുടക്കമായത്. മതേതരത്വം സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കാനം രാജേന്ദ്രൻ പറഞ്ഞു. നരേന്ദ്രമോദിയെ പുറത്താക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയമായ ശത്രുതയും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഇന്ന് ഒരുമിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണി ദേശീയ അടിസ്ഥാനത്തിൽ ഉണ്ടായില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരുമിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണാൻ പോകുന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ കൺവെൻഷനായിരുന്നു തിരുനക്കരയിലേത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ, സ്ഥാനാർത്ഥി VN വാസവൻ, LDF നേതാക്കളായ സ്കറിയ തോമസ്, ബിജിലി തോമസ്, AV റസൽ, മണി സി കാപ്പൻ, സാബു മുരിക്കുവേലി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലം കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാർക്കിടയിൽ ബോധവൽക്കരണത്തിനായി വോട്ട് വണ്ടിയുടെ പര്യടനം തുടരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും VVPATും പരിചയപ്പെടുത്തുന്നതിനുള്ള സൗകര്യം വാഹനത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഒരുക്കിയ വോട്ട് വണ്ടിയുടെ യാത്ര തെരഞ്ഞെടുപ്പ് വരെ തുടരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി രാജ്യത്തൊട്ടാകെയായി VVPAT ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ സമ്മതിദായകർ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെയും VVPATനെയും സമ്മതിദായകർക്ക് പരിചയപ്പെടുത്തുന്ന വോട്ട് വണ്ടിയുടെ യാത്ര നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാർ ആദ്യമെത്തുന്നത് EVM എന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനടുത്താണ്. ഈ മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ പേര്, ക്രമനമ്പർ, ചിഹ്നം എന്നിവയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്വന്തം സ്ഥാനാർത്ഥിക്ക് രേഖപ്പെടുത്തുന്ന വോട്ട് വോട്ടർമാർക്ക് നേരിൽ ബാലറ്റായി VVPATൽ കാണാൻ സാധിക്കും. 7 സെക്കൻഡ് മാത്രമാകും ഇത് കാണാൻ സാധിക്കുക. തുടർന്ന് അവ VVPAT മെഷീനിൽ സൂക്ഷിക്കും. ഇക്കാര്യങ്ങളെല്ലാം വോട്ട് വണ്ടിയിലെത്തുന്നവർക്ക് ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിച്ചു നൽകും. VVPAT എന്ന ഈ ഒരു സംവിധാനത്തെ ജനങ്ങളിലേക്ക് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങൾക്ക് അവബോധം ഈ മെഷീനെ പറ്റിയുള്ള ഒരു സ്റ്റഡി ക്ലാസ് പോലെ ഇതിനെപ്പറ്റി വിശദീകരിച്ച് നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മുഴുവൻ ജനങ്ങളെ ഈ സമ്മതിദാനം രേഖപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്ക് ഈ വോട്ട് വണ്ടിക്കുണ്ട്. സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പരിപാടിയുടെ ഭാഗമായാണ് വോട്ട് വണ്ടിയുടെ പര്യടനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ജില്ലാ ഭരണകൂടം ഒരുക്കിയ വോട്ട് വണ്ടിയുടെ യാത്ര തെരഞ്ഞെടുപ്പ് വരെ തുടരും. ഓരോ മേഖലകളിലും എത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ വോട്ടർമാരെയും അവരുടെ സമ്മതിദാനാവകാശം അത് എത്രത്തോളം വിലയേറിയതാണ് എന്നുള്ള കാര്യം ഈ വോട്ട് വണ്ടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം എസ് ഷീജ. LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. കാഞ്ഞങ്ങാട് നടന്ന കൺവെൻഷനിൽ ആയിരങ്ങൾ പങ്കാളികളായി. നരേന്ദ്രമോദിയും BJPയും ഒരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാത്ത വിധം ശക്തമായ ജനവിധിയാണ് ഉണ്ടാകേണ്ടതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിലാണ് LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ചേർന്നത്. ആയിരക്കണക്കിന് LDF പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ഒട്ടേറെ പ്രമുഖ വ്യക്തികളും
കൺവെൻഷനിൽ സംബന്ധിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. LDFന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു. നരേന്ദ്രമോദിയും BJPയും ഇനിയൊരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാത്ത വിധം ജനവിധി ഉണ്ടാകുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. NDAയുടെ നേതൃത്വത്തിൽ, BJPയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇനിയൊരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാകരുത് എന്നതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ വിഷയം. LDFും ജനങ്ങളും തന്നിലർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. എന്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്നെ ഏൽപ്പിച്ച ഈ ചുമതല ആത്മാർത്ഥമായും സത്യസന്ധമായും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിർവഹിക്കുമെന്ന് ഞാൻ ആദ്യം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുക. P. കരുണാകരൻ MP ഉൾപ്പെടെയുള്ള LDF സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രസംഗിച്ചു. TV രാജേഷ് MLA സ്വാഗതം പറഞ്ഞു. AV രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ചെയർമാനും TV രാജേഷ് MLA കൺവീനറുമായി 1001 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഉദുമ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിച്ചു. LDF കൺവെൻഷന് ശേഷം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് വോട്ടഭ്യർത്ഥിച്ച് കാഞ്ഞങ്ങാട് നഗരത്തിൽ LDF പ്രവർത്തകർ റോഡ് ഷോ നടത്തി. KP സതീഷ് ചന്ദ്രന്റെ ഉജ്ജ്വല വിജയം പ്രഖ്യാപിക്കുന്നതായി മാറി കാഞ്ഞങ്ങാട്ട് നടന്ന LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. അരയും തലയും മുറുക്കി സതീഷ് ചന്ദ്രന്റെ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപനവുമായാണ് പ്രവർത്തകർ കൺവെൻഷനിൽ നിന്നും പിരിഞ്ഞുപോയത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.